ഷുഗറിന്റെ ആൾക്കാർ അവർ മൂസൽ കാലിം റളിയല്ലാഹുവിന്റെ പേരിൽ ഡെയിലി ഫാത്തിയ മതി, എന്നാ പ്രശ്നം തീരും. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ ഡോസ് കൂടി ഒരു ഫാത്തിയുണ്ട്, മുആവിയ റളിയല്ലാഹുവിന്റെ പേരിൽ ഫാത്തിയ. നാടൻ കോഴിയുടെ ചെറിയ മുള്ളുണ്ടാവും, നാടൻ കോഴിയില്ലേ, അതിന്റെ ചെറിയ എല്ലില്ലേ, ചെറിയ എല്ല്, കുഞ്ഞു കുഞ്ഞു എല്ല്, അത് ചവച്ചരച്ചിറക്കിയാൽ തൈറോയിഡിന്റെ പ്രശ്നത്തിൽ ഒരൊറ്റ പെൺകുട്ടി പിന്നെ ചികിത്സിക്കേണ്ടി വരില്ല. മരുന്ന് കമ്പനിക്കാരനാണ് ഇതിന് മുട്ടായി വന്നിട്ട് വെറുതെ. ക്യാൻസർ അടക്കമുള്ള ഏത് രോഗങ്ങൾക്കും സിദ്ധൌഷധമായി ഹദീസിൽ വന്ന ഒരു ഒറ്റമൂലി, മഴവെള്ളം സംഭരിക്കുക, അതിൽ 70 തവണ വീതം ആയത്തുൽ കുർസിയും ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തീനും ഓതി മന്ത്രിക്കുക. ഒരാഴ്ചക്കാലം രോഗി തുടർച്ചയായി ഇത് പ്രഭാതത്തിൽ കഴിക്കുക. എന്നാൽ അല്ലാഹു തആല അവന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും എടുത്തു കളയുമെന്ന് ഹദീസ് അദുറുൻ നദീം ഖസീനത്തുൽ ജുമുഅക്ക് മുമ്പായുള്ള സമയത്ത് ഏറ്റവും നല്ലത് ജുമുഅയുടെ തൊട്ട് മുമ്പുള്ള സമയമാണ്. ആ സമയത്ത് യാ ബസീർ യാ ബസീർ യാ ബസീർ എന്ന് 100 തവണ അങ്ങനെയുള്ള രോഗികൾ പതിവാക്കുന്നത് കണ്ണിന് കാഴ്ചശക്തി കിട്ടാനും കണ്ണിന്റെ പല അസുഖങ്ങൾ ശിഫ ലഭിക്കാനും വലിയ ഫദലുള്ള ചികിത്സയായി മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. പ്രാവിന്റെ കാഷ്ടം ചുട്ട് പുകയേൽക്കുന്നത് പ്രസവത്തിനേറ്റം എളുപ്പമെന്നാണുള്ളത്. അലം നശ്റഹും അലം തറയും ഓതിയാൽ സുബീന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിലെ മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടാവില്ല. പ്രധാനം ചെയ്യണം. വലിയ അയ്പുള്ള രോഗമാണ്.